മോർണിംഗ് ഗായ്സ്. സോ ഞാനിന്ന് വിഷുവാണേ. വിഷുവായിട്ട് എനിക്കിന്ന് ഓഫീസിൽ പോകണം. സോ ഞാൻ രാവിലെ വീട്ടിലേക്കൊക്കെ വിളിച്ചു, എല്ലാവരോടും സംസാരിച്ചു, വിഷു കഴിഞ്ഞിട്ട് കിട്ടി പോദിച്ചു, കൊഴുത്ത് പോദിച്ചു. സോ ഞാൻ ഓഫീസിലേക്ക് പോവുക. അപ്പോൾ ബാക്കി വിശേഷം വഴിയെ കാണിച്ചു തരാതെ. വലിയ വിഷു പരിപാടികളൊന്നുമില്ല. സോ ഞാൻ കാണിച്ചു തരാം എൻ്റെ കുട്ടി വിഷു ഞാൻ എങ്ങനെ ആഘോഷിച്ചെന്നുള്ളത്. സോ ഇന്ന് ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് ഓഫീസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയായിരുന്നു. പിന്നെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാനിപ്പോൾ വീട്ടിലെത്തി. ഇന്ന് ഉച്ചയായപ്പോൾ തന്നെ വീട്ടിലേക്ക് പോന്നു ഓഫീസിൽ നിന്ന്. ദെൻ ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 o'clock ആയി. 4 ആകുമ്പോഴത്തേക്കും ഒരു പായസം ഉണ്ടാക്കി കുടിക്കാമെന്ന്. വിഷുവായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ. പായസം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത്ര വലിയ പണിയൊന്നുമില്ല. എന്താണ്, നമ്മുടെ മിക്സ് ഉണ്ട്, അത് ബ്രാഹ്മിൻസിൻ്റെ പാലട മിക്സ്, അത് പാലിലിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര ഇട്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എത്രത്തോളം സക്സസ് ആകും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. സോ എൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ പോയിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ എന്താകും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്ക് പായസം കുടിക്കണം. സോ ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് സം പായസം. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രാഹ്മിൻസ് പാലട മിക്സ്. ആദ്യം ഒരു സോസ് പാൻ എടുത്തു. എൻ്റെ വേറെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സോസ് പാനിൽ തന്നെയാണ് പായസം ഉണ്ടാക്കിയത്. 1 കപ്പ്, 2 കപ്പ് പാലൊഴിച്ചു. പിന്നെ ആവശ്യത്തിനുള്ള പാലട മിക്സും കൂടി ചേർത്തു. അതിലാണെങ്കിൽ ഷുഗറും കാഷ്യൂനട്ടും പിന്നെ ഏലക്കയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം, ഒരു 45 മിനിറ്റ്സോളം എടുത്തു. ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വന്നു, അല്ലെന്നാണെങ്കിൽ അടിയിൽ പിടിക്കും. ഓൾസോ ഞാൻ ഏലക്കയുടെ ഫ്ലേവർ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് 2 ഏലക്കയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്തിട്ട് നെയ്യും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു നെയ്യ് ആഡ് ചെയ്തപ്പോഴത്തേക്കും. പിന്നെ നെയ്യ് കുറച്ച് കട്ടയാണ്, അതിൻ്റേതായ ഇതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ പായസം ഞാൻ പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ചൂടാറിയിട്ട് വേണം കുടിക്കാൻ. സോ ഞാൻ അങ്ങനെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്ത് തന്നെയാണത്. കുറച്ചധികം എന്താ പറയുക, ക്ഷമ വേണം നല്ലോണം. എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുടിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് അത്രയും ചൂട് കുടിക്കണത് ഇഷ്ടമല്ല എന്നല്ല, എനിക്കിഷ്ടമാണ്. പക്ഷേ പായസം ഒരു മീഡിയം ചൂടി കുടിക്കാനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒന്ന് ചൂടാറിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കുറച്ചധികം ടൈം. സോ ഞാൻ പായസം കുടിക്കുക. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പായസം. ഞാൻ പോയി പായസമൊക്കെ കുടിച്ചിട്ട് കാണാട്ടാ. ടാറ്റാ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് മൊത്തത്തിൽ മറന്നുപോയി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി. ഇപ്പോൾ കറൻ്റ്ലി ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് നത്തിങ് മച്ച് ഹാപ്പൻ ടുഡേ. ഒരു വിഷു ആണെന്ന് തോന്നിയില്ല. കുറേ സ്റ്റാറ്റസും കണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായുള്ളൂ. അല്ലാണ്ട് എനിക്ക് പേഴ്സണലി അത്ര അടിപൊളി വിഷു ഒന്നല്ലായിരുന്നു. ഒന്ന് ജസ്റ്റ് ഒരു നോർമൽ വർക്കിംഗ് ഡേ പ്ലസ് പായസം ഉണ്ടാക്കി. സോ പായസം ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ടായി, അത് മാത്രമേ ഉണ്ടായുള്ളൂ. സോ ഞാൻ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനിലായിരുന്നു. അത് കഴിഞ്ഞൊരു മൂവിയും കണ്ട് പൈങ്കിളി എന്ന് പറഞ്ഞിട്ട് എനിക്കിഷ്ടമായില്ല. ഞാൻ പിന്നെ കിടന്നുറങ്ങി.